ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ട്രെയിൽ പോക്കിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രെയിൽ പോക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ ഒത്തിരി സമയമൊന്നുമില്ല. വെളുപ്പിനെ 3 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രിപ്പിന് പോകണം. ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് യൂത്തയിലെ സോൾട്ട് ലേക്ക് സിറ്റിക്ക് അടുത്താണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളെ യാത്രയ്ക്ക് പോകുന്നതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസും വീട്ടിലെ കുറച്ച് ഡിന്നർ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് യാർഡിലേക്ക് പോകണം. അവിടെ ചെന്ന് ബാക്കി യാത്രാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അഡ്വാൻസ് ഗ്യാരണ്ടി ആണല്ലോ. എന്തൊക്കെയാന്ന് പ്രിപ്പറേഷൻസ്? ഞാൻ കൊച്ചിനെ ഈ കുക്കീസ് ഉണ്ടാക്കണമെന്ന് കിടന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. വെക്കേഷൻ ടൈം അല്ലേ, അപ്പൊ ഞാൻ ചോക്ലേറ്റ് ചിപ്പ് വാങ്ങിക്കാനായിട്ട് വഴിക്ക് ഇവിടെ കയറി. എവിടാ? നോഫൽസില്. അപ്പൊ ഇത് കണ്ടു കപ്പ. നമ്മളിവിടെ അടുത്തോട്ട് കാണാറില്ല കപ്പ. അപ്പൊ ഇങ്ങനത്തെ കപ്പ നമ്മള് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് പാക്കറ്റ് കപ്പയുണ്ട്, ഇങ്ങനെ തൊലിയൊക്കെ ഉള്ളത്, ഇങ്ങനെ ഫ്രീസ് വാക്സ് തേച്ചത്. അത് കുറച്ച് കണ്ടപ്പോ ഞാൻ അതിങ്ങ് വാങ്ങിച്ചു. അതും വാങ്ങിച്ചു. 3 ബിയറും വാങ്ങിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കി. അതുകൊണ്ടൊക്കെയുള്ള മെസ്സാണ് ഇവിടെ. പിന്നെ ഇച്ചിരി ചെമ്മീൻ ചമ്മന്തി വറുത്ത്, ഉണക്ക ചെമ്മീൻ വറുത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ. നമുക്കിപ്പോ ഡിന്നറിന് കപ്പയാണോ? നമുക്ക് കപ്പ തയ്ക്കുമെന്ന് അറിയത്തില്ല. ചോറും ഉണ്ട്, കപ്പയുണ്ട്. നമുക്ക് ഒരു ആദ്യം ചെണ്ടക്കപ്പ സ്റ്റാർട്ടേഴ്സ് കഴിച്ച് ബാക്കി ചെയ്യാന്ന്. ഒരുത്തിനെ കുളിക്കാൻ കയറ്റിയിട്ടുണ്ട്, പുഴുവൊക്കെ പിടിക്കാൻ നടന്നേണ്ടേ. പക്ഷെ അതിനകത്തൊന്നും ഒരു അനക്കവും കേൾക്കുന്നില്ല. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പാട്ട് വെച്ച് അവിടെ നിൽപ്പുണ്ട്. വെള്ളം തീരണം, അല്ലെങ്കിൽ ആ വഴക്ക് പറയണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാലേ മഹതി ഇറങ്ങും. നമുക്ക് കപ്പയ്ക്ക് കൂട്ട് ബിയറാണ്. അടിപൊളി. മീൻകറിയോ? ഓക്കെ, നൈസ്. അപ്പൊ ചിയേഴ്സ്. Cheers. Cheers. Pinjaman. What? Cheers. Chum. സമയം വെളുപ്പിന് 4:30 കേട്ടോ. നമ്മൾ യാടെത്തി. 3-3:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ദേവസ്വം വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. താക്കോല് നമ്മുടെ ഇല്ല. അറേ, നമസ്കാരം. ഞാൻ സാറൊന്നും ഓർത്തില്ല. സാറ് വന്നില്ലെന്ന് ഓർത്തിരിക്കായിരുന്നു. അതാ ഞാൻ അങ്ങോട്ട്. പേപ്പർ ഇല്ലേ? ഇല്ല, ഞാൻ ഇപ്പം മെസ്സേജ് വിട്ടോ. എടുക്കാം, നോക്കിയാ എടുക്കാം. രാവിലെ തന്നെ ഞങ്ങൾക്ക് യാർഡിൽ ട്രാഫിക് ജാം ആട്ടോ. ഇവൻ എന്നാ പരിപാടിയാ? ഇത്രയും ബുദ്ധിമുട്ടി എടുക്കേണ്ട കാര്യമുണ്ട്. ഇത് ഇച്ചിരി പൊറോട്ട ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം എന്നിട്ട് അവിടെ കിടന്ന അഭ്യാസം. എയർലൈൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന സെറ്റപ്പിലാ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങോട്ട് പോകുന്ന വണ്ടി ഒരു ഇച്ചിരി റിവേഴ്സ് ഇട്ടാ മതി. ഓരോരുത്തന്മാരുടെ കാര്യം. അങ്ങനെ നമ്മൾ ട്രെയിലർ ഹുക്ക് ചെയ്തു. നമ്മളിപ്രാവശ്യം കൊണ്ടുപോകുന്നത് വേണ്ട ST5171 എന്ന് പറയുന്ന ട്രെയിലറാണ്. എന്നാ എത്രയുണ്ട് വെയിറ്റ്? 42 സമയം. ഇത് കറക്റ്റ് ഇപ്പൊ 90 നിൽക്കുന്നത്. ആണോ? ഇത് യൂത്ത ആക്സിൽ ഇതല്ല കിടക്കുന്നത്. യൂട്ടായാ? കാരണം പിന്നെ ആക്സിൽ കുഴപ്പമില്ല അല്ലേ? ഇങ്ങോട്ട് ഓടിക്കഴിയുമ്പോൾ ഇതുണ്ടോ? അത് പേപ്പർ റോളാണ്. മറ്റേ വലിയ റോളില്ലേ? ആണോ? അതും കണ്ട. സീലതാ. ഏതായാലും നമുക്കാകെ ഇപ്പം നോക്കാൻ പറ്റുന്ന സീലല്ലേ.
മറ്റേ കഴിഞ്ഞ പ്രാവശ്യം പോലും പറഞ്ഞില്ലേ ഇങ്ങനെ സൈഡ് വലിവുണ്ടോന്ന് പറഞ്ഞില്ലായിരുന്നു, അങ്ങനത്തെ ടൈപ്പ് റോളങ്ങാണ്ട്. ഇതിങ്ങനെ കാണാണ്ടിരിക്കുന്ന വല്ല ഇത് ഒന്ന് പൊക്കി കീറിക്കളയാണോ അവിടെ വെച്ച്? നമ്പർ പ്ലേറ്റ് കാണുന്നില്ല പറഞ്ഞോണ്ടേ അവര് മറ്റേ ഇത് എന്നാ പറയാ വെള്ളം വീഴാതെ മഴ പെയ്തിട്ടുള്ളതിന്റെ ഈ റോട്ടിൽ കൂടെ സ്റ്റേറ്റ് ട്രൂപ്പർ പോകുമ്പോൾ പുള്ളിക്ക് പറയുന്നത് കാണാൻ പറ്റില്ല, ചുമ്മാ നോക്കുമ്പോൾ അറിയാൻ വേണ്ടി ആ സിദ്ധ് ട്രക്ക് പിടിച്ചവന്. അല്ല ഈ ലൈറ്റ് ഉൾപ്പെടെ പേപ്പറിലാ പോകാമല്ലോ, ഒന്ന് വിളിക്കാല്ലേ? ഇനിയിപ്പോ ഡിലേ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്ക് ഒന്നും ഇവിടെ ഇരിപ്പില്ല കേട്ടോ, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ മുതലാളിനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താണ് പരിപാടി, പേപ്പർ വർക്ക് ഇല്ലാതെ നമ്മൾ എങ്ങനെ പോകും സാർ? നമ്പർ 68Y അവസാനം. അതാണ് എഴുതുണ്ട്. ഓക്കെ 68Y അത് തന്നെയാണോ? ഇത് രണ്ടും അല്ലേ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതെ അതെ, സീലും ഇത് പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ലോഡ് അത് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പറയാൻ പറ്റിയല്ലോ. ഇപ്പം പണ്ട് ഇവർ പോയ പോലെ പിന്നെ തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞാൽ വേറെ സാധനം മാറിയല്ലേ? വേറെ വിളിക്കണോ കുറിച്ചതിന്? അതോ വിളിക്കാം. ഹലോ ഹായ് കുറിച്ചിത്, ദിസ് ഇസ് ജോർജ്. പേപ്പർ വർക്ക് കിട്ടിയിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഈ നമുക്ക് പോകാനുള്ള ലോഡ് എടുത്തിട്ടേക്കണ ഒരു പുത്തൻ ഡ്രൈവറായിരുന്നു. അപ്പം പേപ്പർ വർക്ക് സാധാരണ ഡ്രോപ്പ് ചെയ്യണ രീതി പുള്ളിക്ക് അറിയില്ലെന്നാണ് നമ്മളെ മലയാളികളെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ശരിയായിരുന്നു, പുള്ളി ഇട്ട രീതി ശരിയല്ലാത്തതുകൊണ്ട് പേപ്പർ വർക്ക് മിസ്സായതാണ്. നമ്മൾ പിന്നെ പരമ്പരാഗതമായി എടുക്കുന്ന രീതിയിൽ, പരമ്പരാഗതമായി എടുക്കുന്ന ശാസ്ത്രീയമായ രീതിയിലല്ല, രണ്ട് രീതിയിലും. അല്ല ആലോചിച്ച് വെളുപ്പിന് 4:30 കിടന്ന് നടക്കണം പരാക്രമങ്ങളാ. അല്ല അതായത് വിളിച്ചെന്നുള്ളതിൻ്റെ ഒരു സുഖമുണ്ട്. അതെ അതെ അതെ, നമ്മൾ മാത്രമല്ലല്ലോ ബുദ്ധിമുട്ടുന്നത്. അപ്പം ഈ വിട്ടേക്കാം. ആയിക്കോട്ടെ. കഴിയുമ്പോഴേ അവിടെയൊക്കെ രാത്രി ഇച്ചിരി പണി നടക്കുന്നുണ്ടായിരുന്നു അമ്മമാർ. ആണോ? ഇത് കറക്റ്റ് 64, 66 അങ്ങനെ ഈ പ്രാവശ്യം എന്നാൽ റോഡ് കൂടുതലാണ് ഇട്ടേക്കുന്നത്. 14 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നു. ഇപ്പോൾ വെയിറ്റ് കൂടിയ സാധനമായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? കാരണം പുറയിലും 90 കിടന്നേ, അതും അങ്ങോട്ട് പോകും. കാനഡയൊക്കെ കുഴപ്പമില്ല, US ഒക്കെ അങ്ങനെയല്ല. ഇത് ഓടുമ്പോൾ അറിയാം കുറച്ചുകൂടെ വ്യത്യാസം കിട്ടും. അല്ല അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. മയക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റ് വരുമ്പോഴത്തേക്കും വേണ്ട നമ്മളെ ദേവസ്യാച്ചൻ കട്ട മഴയത്തിരുന്ന ഓടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതെ, കുറേ നേരം ആയിരുന്നു മഴയൊക്കെ തുടങ്ങിയിട്ട്. ആ സ്ഥലമായി അടിപൊളി. നമ്മളെവിടെ ഇപ്പം? ഇത് ഇന്ത്യാനയിലോട്ട് കയറുന്നു. സമയം 2 മണി കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് വല്ലതും കഴിക്കാം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദേവസ്യാച്ചൻ എവിടെയെങ്കിലും നിർത്തിയാൽ വണ്ടി ഓടിക്കാൻ തുടങ്ങാമല്ലോ. ലഞ്ചിന് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് കിനുവയും ഇച്ചിരി ചിക്കൻ കറിയും പിന്നെ ഇന്നലെ നമ്മുടെ കപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ചെമ്മീൻ ചമ്മന്തിയും കൂടെ കേട്ടോ. അപ്പം ശക്തമായ കാറ്റും ഉണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര. അവിടെ ഒരിടത്ത് മരം ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ വഴിയിൽ ഇങ്ങനെ. ആണോ? അത് വണ്ടി കയറി ഇതായിരുന്നു. ചതങ്ങ് ചില്ല ഇങ്ങനെ വേണം, കുറെ ഒടിഞ്ഞു പോയി. ട്രാഫിക് ജാമിന് പേര് കേട്ട ഇന്ത്യാനയിലെ ഗ്യാരി എന്ന് പറയുന്ന പ്രദേശത്തോടൊക്കെ അടുക്കുക കേട്ടോ. കൂടുതൽ ശക്തമാവുന്നതിന് മുമ്പ് അതൊന്ന് കടന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടാണ്. അയ്യോ, നമ്മളെ
സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റും മഴയായിരുന്നു തോണേ. ഇഷ്ടംപോലെ മരങ്ങൾ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും സൈഡിലൊക്കെ നിറയെ വെള്ളക്കെട്ടുകളും വലിയ വലിയ സൈൻ ബോർഡുകളും ഒക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളാണ്. മരമൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുവാണ് ഇവിടെ എല്ലാം. ഈ ഒരു ഇങ്ങനെ ഒരു വലിയ മഴ സാധാരണ പതിവില്ലാത്തതല്ലേ? അത്ര വലിയ പക്ഷെ പെയ്ത് എനിക്കത് കാറ്റോട് കൂടി പെയ്താ നല്ല എടുത്ത് പിരിച്ചിട്ടുണ്ടോ, അത് ഒടിച്ചിടുകയല്ല പിരിച്ചിടുക ഇത്. ഇല്ല സാധനം വിടിപ്പിച്ചു. അതെ, വിടിപ്പിച്ച് മറിച്ച് ഒടിച്ച് നിലത്തിട്ടു. ആ സ്ഥലം ആ ഭാഗത്ത് അത്ര ഇല്ല, ഈ ഭാഗത്തോട്ടാ നോക്കി. അത് ശരിയാണല്ലോ. ഉണ്ട്, ഇല്ലാതില്ല. പിന്നെ ഇവിടെ ഇത് ഈ മരത്തിന് എനിക്ക് തോന്നുന്നു ഈ തടയില്ലാത്തോണ്ടാകുന്നു. ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ലൈനായിട്ട് നിൽക്കുന്ന ആ വീടിന്റെ മുകളിലെല്ലാം ഒടിഞ്ഞു വീഴുന്നുണ്ട്. അവിടെ വീടിന്റെ മുകളിലോട്ടൊക്കെ അപ്പുറത്ത് കണ്ടോ, അവരെല്ലാം ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് കിടക്കുന്നു ഓർമ്മ. തമ്പുരാനെ, മഴ പെയ്ത അത് കൂടി മഴയായിരുന്നു നമുക്കത്രയും. നിങ്ങൾ ഇതിലിപ്പം മഴ ശാന്തമായതാ. മുകളിൽ ഒരു പകല് നല്ല മഴയായിരുന്നു അല്ലേ? ഇവിടുത്തെയൊക്കെ വീടുകളുടെ മുകളിലേക്ക് വീണാൽ അത് നേരെ അങ്ങ് നശിച്ചു പോളൂ. ഓട്ടോ വീടുകളോ വീടുകൾക്ക് ഒടിഞ്ഞ് പറഞ്ഞു താഴോട്ട് പോകും. വീടുകളെ അല്ല, ഞാൻ വീടുകൾക്ക് ഇത് പറയുന്നതല്ലേ. ഇത് വരുമ്പോ ബേസ്മെന്റിലോട്ട് പോകാനാ പറയുന്നത്. നമ്മൾ മുകളിൽ ഇരിക്കുന്നതാണ്. അല്ല, ഇതിപ്പോ സംഭവിക്കണ അല്ല, ബേസ്മെന്റിൽ പോയെന്ന് പറഞ്ഞാല് നമ്മൾ ഇരിക്കുമ്പോ ബേസ്മെന്റിലെ ഒരു തടയില് ബാക്കി സിമെന്റ് ആണല്ലോ. അപ്പൊ അടിച്ചിങ്ങനെ ഞാൻ വെച്ചാൽ അപകടം കുറയ്ക്കാന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഇപ്പം ആ ഒരു തുള വീണ് നാട്ടിലാണ് പടത കിട്ടിയിട്ടാണെങ്കിലും ആൾക്കാർക്ക് ജീവിക്കാം, അത് പരിചയമുള്ളവരാ. ഇത് ഒരു വീട്ടിന് തുള വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അത് മറ്റേ റിപ്പയർ ചെയ്യുന്ന കാര്യം. ഒന്നീ തുള എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റി. വേറെ ചിലപ്പോ അത് റിപ്പയർ ചെയ്യുന്നോടം വരെ എന്നാ പറഞ്ഞ അവർക്ക് വല്ല ഹോട്ടലിലൊക്കെ താമസിക്കാനുള്ള അല്ല ഇൻഷുറൻസിന്റെ ഇതുണ്ട്. പണ്ട് ഇതുണ്ട് പണ്ട് മറ്റേ എന്താ പറയാ, നമ്മുടെ ബ്രാംഡലിലുണ്ടായിരുന്നപ്പോ ഇതുപോലെ പോയിട്ട് മുകളിൽ ഇങ്ങനെ സ്ട്രിംഗിൾസ് കുറെ പോയി പലരുടെ. റൂഫിന്റെ മൊത്തം പോയില്ല, അവിടെ ഇവിടെ ഒക്കെ. അത് മറ്റേ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒരു ടൗൺ ഹൗസ് ഉണ്ട്. അത് നല്ല പൊക്കമുണ്ട് ഈ ടൗൺ ഹൗസിന്. അതിന്റെ മണ്ടയിൽ ആരും കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒരുത്തൻ രണ്ടും കളിപ്പിച്ച് കയറി. അവൻ കയറിയതിന് ഒരാളുടെ കയറുന്നു. അതായത് ഇങ്ങേറ്റത്തോടെ അവൻ കയറി. ടൗൺ ഹൗസ് അല്ലേ, ആരുടെയൊക്കെ ശരിയാക്കുന്ന എല്ലാത്തിൻ്റെയും $500 വെച്ചോളി. അവനൊന്ന് കാശുണ്ടാക്കി. കാരണം അതിന്റെ ആ പൊക്കത്ത് വലിഞ്ഞ് കയറാൻ ആ ഒരു പൊക്കം വലിയ ഹൈറ്റിൽ ആരും കയറില്ല. അവനെ കയറുന്നത് ഞാൻ പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞു ഇത് മരത്തെ കൂടെ കയറിയാൽ മതി, എലി വെച്ച് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൻ മരത്തെ കൂടെ കയറി, മണ്ടേ കൂടെ കയറി. എല്ലാവരുടെ ഷീറ്റ് മാറ്റി നല്ല 500. അപ്പൊ കയറിയവനെ കൊണ്ടല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇവര് ഹൈവേ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതൊരു വലിയ ഉപകാരം. അല്ല, ഹൈവേയിലോട്ട് അത്രേ ഒടിഞ്ഞത് അകത്തോട്ടുള്ള ഇതുണ്ടോ. അല്ല, ഇവിടെയൊക്കെ ഇത് കിടക്കണതിനനുസരിച്ച് ഇങ്ങോട്ടൊക്കെ പറന്ന് വന്നിട്ടുണ്ടാവും. പറഞ്ഞോ, അത് ഈ ഇലയിലോട്ട് അടിച്ച് അത് പറഞ്ഞപ്പോഴാ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ ഒരു കലാമിറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാരും കൂടെ കൂടുന്നു. ഒരു സ്കൂളിലോ മറ്റേ മറിച്ച് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് വിടുവേ. നമുക്കൊരു ഐഡിയ ഉണ്ട് ഇത് എങ്ങനെയാണ് ഇതിനെ സർവൈവ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഈ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്. എല്ലാ ഇൻഷുറൻസുകാരും ഒന്ന് മുറിക്കട്ടെ തട്ടട്ടെ. പിന്നെ അങ്ങനെ ഉണ്ട്. ഇതിപ്പോ എന്തായാലും ഇത് കഴിഞ്ഞ് ഇവരെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വരണ്ടേ. ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സർവൈവല് ആലോചിച്ച്. നമ്മുടെ വീടിനൊന്നും ഒരു ഡാമേജ് വന്നു, ഒരു ഭിത്തി അങ്ങ് പൊളിഞ്ഞു പോയി, ഒരു മരം വന്ന് ഇടിച്ചിട്ടോ അതില്ല, അവിടുന്ന് മൂവ് ചെയ്യാന്നുള്ളൂ. അല്ല, കാറ്റത്ത് നമ്മുടെ റൂഫ് അങ്ങ് പറന്നു പോയി. അങ്ങനെ പറന്നു പോലോ നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് അല്ലാത്തോണ്ട്. ഇത് പറക്കും. ഇത് പറന്നു പോകുമല്ലോ. അപ്പൊ അങ്ങനെ വന്ന് മൊത്തം തുളയായി. നമ്മള് എന്നാ ചെയ്യണ്ട നെക്സ്റ്റ്? അപ്പൊ നമ്മള് വേറെ ഇത് ഇൻഷുറൻസ് ഇവര്
ഇൻഷുറൻസുകാരെ ഇത് ചെയ്യുക, അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി എൻ്റെ കാര്യങ്ങൾ അത് അന്നേരം നമുക്ക് വേറെ എന്തോ ഇതായിരിക്കും മോട്ടൽ അതിന് ഇവിടെ എല്ലാം വെള്ളം അതിൻ്റെയാണോ. അതെ, മര്യാദക്ക് ഇന്ന് എന്താണോ എല്ലാവരും മന്യന്മാരായിട്ടൊന്ന് നിർത്തി തരുകയും. When possible, make a U-turn. അവിടെ വേണേ കയറായിരുന്നു അല്ലേ? അങ്ങനെ കയറിയ ഇവിടെ കയറാം. ആണോ? ഓക്കെ, അവിടെ കയറാം. അതെ അതെ അതെ. നമ്മളങ്ങനെ മഴക്കാഴ്ചകളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് ഒരു നിമിഷത്തെ അശ്രദ്ധ റോങ് ആയിട്ടുള്ള ഒരു ടേൺ എടുപ്പിച്ചു നമ്മളെ. സെറ്റാ. When possible, make a U-turn, then take the first left. Turn left on West 23rd Avenue, then take the first right. ഇവിടെ എല്ലാം കറണ്ടും പോയി. ട്രാഫിക് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എല്ലാത്തിൻ്റെ മുകളിലേക്ക് മരവും മറിച്ചതെല്ലാം മറിഞ്ഞ് വീണിട്ട് നമ്മളെപ്പോഴും അപ്പുറത്തൂടെ കയറി കയറി പഠിച്ചേ. Turn right at the traffic light. ആൾക്കാർ നിർത്തി. അതെ, മര്യാദക്ക് ഇന്ന് എന്താണോ എല്ലാവരും മന്യന്മാരായിട്ടൊന്ന് നിർത്തി തരുകയും ഒരു കൺസിഡറേഷൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. In 500 meters, take the ramp on the right to I-80 West toward Chicago. ആണോ? നോക്കാലോ. പക്ഷേ റിച്ച് ആയി കഴിഞ്ഞപ്പോഴാണ് കാലിഫോർണിയക്ക് പോയല്ലേ? അത് പിന്നെ ഇതിനല്ലേ പെർഫോമൻസ് സംഗതികൾ. ശരിയാട്ടോ. മൈക്കിൾ ജാക്സൺ വാസ് ബോൺ ഓൺ August 29, 1958 in Gary, Indiana. Yes. Growing up in a crowded 2-bedroom home with his large family. അടിപൊളി. അപ്പൊ നമ്മള് മൈക്കിൾ ജാക്സൺ ജനിച്ച സ്ഥലത്തേക്കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അറിയാൻ വേണ്ടി അവിടെയാണോ വീടെന്ന് അറിയാൻ വേണ്ടി. വെറുതെ ട്രാഫിക് ബ്ലോക്കിന് നൊട്ടോറിയസ് മറ്റേത് മറിച്ചെന്ന് നമ്മൾ പലതും പറഞ്ഞെങ്കിലും ഗ്യാരിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, മൈക്കിൾ ജാക്സൺ. അടിപൊളി. ഇപ്പൊ ചടങ്ങാവുമല്ലോ. ഇപ്പൊ ഇറങ്ങാനും ഇരിക്കാനും പറ്റിയല്ലോ പമ്പിക്കാറാതെ എല്ലാം. അതെ അതെ അതെ. അല്ല അങ്ങോട്ടല്ല ഇതാ ബ്ലോക്കാ, ലൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ട്രാഫിക് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാവരും തള്ളിക്കയറ്റി അങ്ങ് പോകുന്നു. ഫാർമസിയൊക്കെ എല്ലാവരും എനിക്ക് ക്ലോസ് ചെയ്യാം. ഉറപ്പായിട്ടും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ഡോറുകൾ വർക്ക് ചെയ്യല, ഇവർക്ക് ബില്ലടിക്കാൻ പറ്റിയല്ല, കടയെല്ലാം അടയ്ക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് ഈയിടെ സംസാരിച്ചേ ഉള്ളൂ അല്ലേ? ഇതുണ്ടോ ഇതോ വീട് പിന്നെ അത് വീടാണോ എന്നാ അത് ചർച്ച മരത്തിന്റെ മരം നമ്മളങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുക്കും. ശരിക്കും ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇതുപോലെ ഇന്റർസെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾവേസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഡീൽ ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു നിയമവശം കേട്ടോ. പോകുന്നില്ല മറ്റവൻ എന്നെ എടുക്കാത്ത ചുമന്നവന് പോകണ്ടേ? Take the ramp on the right to I-80 West toward Chicago. കമ്പും കോലും ഒക്കെ കാണും അല്ലേ? പുറത്തോട്ട് ഇറങ്ങി പുറത്ത് 1 മണിക്കൂർ ഉണ്ട്. പുറത്തോട്ട് പോയാലോ? എന്നാ പുറത്തേക്ക് പോക്കൂ, നമുക്ക് വേറെ എവിടെയെങ്കിലും നിർത്താം.
വെറുതെ ഇനി അവിടെ പോയി അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരാൻ തിരിച്ചു വരാനും അവിടെ കുറെ പേര് അപ്പിടാൻ മുട്ടി കിടക്കണവന്മാര് പെൻഡിങ് കിടക്കുന്നുണ്ടാവും. അതെ, ഇവനെന്നെ കാണിക്കണേ തിരിച്ചു പോകണം. റിവേഴ്സ് ഇവനെങ്ങോട്ട് ഇതുവഴി റിവേഴ്സ് വരാനോ? ബാക്ക് എടുക്കുമായിരിക്കും അങ്ങോട്ട്. എന്താ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഇതില് എടാ വേണ്ട ട്രാഫിക്കിന്റെ ഓപ്പോസിറ്റ് പോകുന്ന ഒരു ചേച്ചി. കറണ്ടില്ല, ഇതൊക്കെ സംഭവിക്കും. നമുക്കേ കേറിക്കഴിഞ്ഞാൽ ചേട്ടാ ഇറങ്ങി വരവ് ഇതിന് ഇരട്ടിപ്പണിയാണ്. 1.5 മണിക്കൂറുണ്ട്. ആ പോകുന്നിടത്തോളം പോട്ടെ, വേറെ എവിടെയെങ്കിലും നിർത്താം. കുറെ അങ്ങോട്ട് കാറ്റ് എവിടെയെങ്കിലും കുറച്ചുകൂടെ ഭയപ്പെട്ട സ്ഥലം കാണുമായിരിക്കും. തൽക്കാലം ഇപ്പൊ ഹൈവേയില് നന്നായിട്ട് ട്രാഫിക് പോകുന്നു, കുഴപ്പമില്ല. വെറുതെ ഇവിടെ കിടന്ന് വെള്ളി പിടിക്കാതെ. നാട്ടിലാണെങ്കിൽ മരം അല്ലാണ്ട് വലിച്ചിട്ടത്. പിന്നെ ഇപ്പൊ തന്നെ വണ്ടി നിർത്തി ആരെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു നോക്കിയിട്ട് ഇപ്പൊ നമ്മളിതിന് ചാടി ഇറങ്ങിയ ഇന്ത്യക്കാരിറങ്ങി റോഡ് നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അടുത്ത വീഡിയോ എടുത്തിടും. വേണ്ടാവേ, നമ്മൾ ഒന്നാമത് ഇന്ത്യക്കാര്, രണ്ടാമത് കാനഡയിൽ നിന്ന് വന്നവര്. അവിടുന്ന് സാഹചര്യം മൊത്തത്തിൽ എതിരാ. അതുകൊണ്ട് നമ്മള് മഞ്ഞന്മാരെ കളിക്കാൻ പോകണ്ട. ആരടാ നമ്മുടെ വിറകെ തൊട്ടിറങ്ങുന്നത്? കറക്റ്റ്, ആരുടെ നിങ്ങളെ വിറകെ തുറന്നത്? വേണ്ടാവേ, വഴി തെറ്റിയത് നന്നായിരുന്നു. അതെ അതെ, അല്ലെ അതിനകത്ത് ഇപ്പൊ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി പാർക്കിംഗ് നിറഞ്ഞു കുത്തി കിടക്കുമായിരിക്കും. അല്ല ഇവിടെ എല്ലാ സിഗ്നൽ ഉണ്ടല്ലോ. അതുമല്ല, ആ പമ്പിന്റെ അകത്തുനിന്ന് ഇറങ്ങാനായിരിക്കും അതിനും പാട്. അതാ ഞാൻ പറഞ്ഞ പമ്പിന്റെ അകത്ത് ചെല്ലുമ്പോഴത്തേക്കുവേ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുന്നവരാണല്ലോ. അല്ല അതുമല്ല, അവിടെ ആ സിഗ്നൽ അല്ലാതെ തന്നെ ഒരു ഇതല്ലേ സിഗ്നലേ. അങ്ങനെ നമ്മളൊരു ലൗസി നിർത്താമെന്ന് വിചാരിച്ച് ഇച്ചിരി വള്ളിക്കെട്ട് കിട്ടി തിരിച്ച് നമ്മള് റൂട്ടിൽ കയറിയിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും അവസരത്തിൽ മുന്നോട്ട് നോക്കാം. വലിയ മരങ്ങളുടെ ഒക്കെ അടിയിലാണല്ലോ വീട് ഇരിക്കുന്നത്. അപ്പം അവര് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഈ വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മരം തടഞ്ഞു നിർത്തിക്കോളൂ എന്നുള്ളൊരു. അതുകൊണ്ട് കാറ്റ് നേരിട്ട് വീടിന് ഡാമേജ് ചെയ്യൂല എന്നുള്ളതാണ് ആ ഒരു ഇതില്. അപ്പൊ അതിന്റെ ഒരു ലെവല് വിട്ട് കഴിഞ്ഞാൽ ആ മരം തന്നെ ഇടിഞ്ഞ്, അതിന് നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, എന്നാ സ്വർണം കാക്കണ മരമാണെങ്കിലും വീടിന്റെ മുകളിൽ വളർന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം. അതെ. അല്ല, പക്ഷെ ഈ കാറ്റിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങൾ വേണം. ഇപ്പൊ നമ്മുടെ അവിടെ ഉള്ള ഈ പുളിമരം അല്ല, നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ കുറെ കൂടെ വേറെ അടിയിലോട്ടെ. അല്ല, നമ്മുടെ കാനഡയില് നമ്മൾ ഈ മറ്റേ പൈൻ മരങ്ങൾ പോലത്തെ മരങ്ങൾ പിടിച്ചു, അതാകുമ്പോ ഒടിയൂല്ലോ. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, എന്നാ അറിയോ? ഇടിവാള് കിട്ടാന്നതാ ഈ. അത് ശരിയാട്ടോ. ഇന്നലെ ഞങ്ങളൊരു ട്രെയിനിൽ നടക്കാൻ പോയി ഫാമിലി ആയിട്ട്. നിങ്ങൾ വിളിക്കുമ്പോ ഞങ്ങൾ ട്രെയിനിലാ. അപ്പൊ അവിടെ കുറെ മരങ്ങൾ ഇടിവാളായിട്ടിട്ട് നടുക്കുന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ പോയേക്കുവാ. മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു എന്നാന്ന് പറഞ്ഞ ഈ നമ്മള് പണ്ട് നമ്മുടെ നാക്ക് പഠിക്കാൻ നേരത്ത് ഈർക്കിലൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ വലിയ മരം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയേക്കുവാ. അതോടെ കാനഡയില് നോർത്ത് സൈഡിലൊക്കെ എവിടെ കണ്ട് കാനഡ ഇന്നാളെങ്ങാണ്ട് പണ്ട് ഈ ഇതിൽ കണ്ട വീടിന്റെ സൈഡിലുള്ള ഈ അത് വലിയ മരമാണ്. നമ്മള് മറ്റേ വാഷിംഗ്ടനൊക്കെ പോകുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ മുകളില് ഇടിവാള് വെട്ടിട്ട് 4 കഷ്ണം പോലെ നമ്മള് കത്തിക്ക് ഇങ്ങനെ കീറി വെച്ചേക്കുന്നു. കത്തിക്ക് കീറി വെച്ചേക്കുന്ന പറഞ്ഞേ. അല്ല, ഇത് ഈ ചെറിയ വീടുകളൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇൻഷുറൻസ് ഉണ്ടെന്ന്. അതും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ മോർഗേജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് വേണമെന്ന് ആരും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളത്. ഇത്രയും ഈ മരമൊക്കെ മറിഞ്ഞ് കിടക്കുന്നത് ചെറിയ കുഞ്ഞു വീടുകളുടെ മുകളിലേക്കാ. തമ്പുരാൻ അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ. നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ, ഭാര്യയിൽ സംഭവിച്ച കാര്യങ്ങളെ. കാറ്റടിച്ചിട്ട് ഒരു നേരം മുഴുവൻ പോയത്. അതിൻ്റെയൊക്കെ നമ്മുടെ വീഡിയോക്ക് തരാൻ പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം ഡേഞ്ചറസ് ആണ്, സാഹചര്യം എത്ര മോശമാണ്, നമ്മൾ എങ്ങനെ അതൊക്കെ ഫേസ് ചെയ്യുന്നേ. സർവൈവ് ചെയ്യാനാ പാട്.
സമ്മർ ആണെങ്കിലും ഓക്കെ, വിന്റർ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ വീടൊക്കെ കോൺക്രീറ്റ് വീടുകളായതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചോർച്ചയോ ലീക്കോ ഉണ്ടെങ്കിലും ഒരു പടം വലിച്ചു കിട്ടിയാൽ നമ്മളവിടെ സർവൈവ് ചെയ്യാം. വെതറിന് പ്രശ്നമൊന്നുമില്ലല്ലോ. വെതർ സംബന്ധമായിട്ടില്ല. പിന്നെ ഇവിടെ ആകുമ്പോ ഈ ഒരു തുള വന്നാൽ പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ എവന്റെ 100 മോട് കപ്പ മാട്ടേക്കുന്നവന്റെ പറമ്പിൽ കയറിയാലും ഒരു തോട് കപ്പ വാങ്ങാം. ഇവിടെ ഒന്നും വന്നാൻ പറ്റൂലല്ലോ. എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്ത് ഒരു തുള വന്നു കഴിഞ്ഞാൽ നിറയെ തണുപ്പും കാറ്റും ഒക്കെ കേറിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേ ഫയർ വന്ന വീടിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞു വെച്ചാല് നമ്മളിപ്പോ ഞാനിപ്പോ പാസ്പോർട്ടിന്റെ കാര്യം പറയാലായിരുന്നു, മറ്റേ വേറെ ബാഗിലെടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീടിനകത്തുള്ളപ്പോഴും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ചെറുതെനിക്കൊന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ആമസോണിൽ നോക്കിയപ്പം ഈ ഫയർ പിടിക്കാത്ത കൊണ്ട് ബോക്സ്, അങ്ങനെ ബോക്സ് ബാഗ് അങ്ങനെ എന്തോ സംഭവം, അതിനകത്ത് നമ്മുടെ രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. അതായത് ഇപ്പൊ ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നാൽ ആ ബാഗ് കൊണ്ട് നമ്മൾ പോവാ. അല്ല ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചിലപ്പം എണ്ണം ക്ലിയർ ചെയ്യാൻ വേണ്ടി കളർ നോക്കിയേ ക്ലിയർ ചെയ്ത് വിടുന്ന കേസൊക്കെ സത്യം നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പം പ്രൂവ് ഒന്നും ഇല്ലാത്തവരൊക്കെ പൊക്കോട്ടെ, കാരണം ഇത് സർവൈവിങ് ഒരു ഇതാണല്ലോ. അതെ 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 അതെ, എല്ലാരും ഇവിടെ വേണമെന്നവർക്ക് ഒരു നിർബന്ധമില്ലല്ലോ. ഇവിടെ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ പോകില്ലെന്ന്. നമ്മുടെ പണ്ട് KSRTC-യിലൊക്കെ പോകുന്നിടത്ത് ആ ഒരു അനുഭവം. അവൻ ആ ഏരിയ ഉറപ്പിച്ചിട്ട് നമ്മളിപ്പോൾ കയറി ലൗസ് ഒരു പുത്തൻ ലൗസാണ്. അതുകൊണ്ട് റോഡിൻ്റെ പണിയൊക്കെ നടന്നു വരുന്നുള്ളൂ. ഒന്ന് തെറ്റിയാൽ നേരെ താഴെ ഒരു കാനയിലൊക്കെ ആയിരിക്കും വീഴുന്നത്. Hate it when my doubts and